ഗുഡ് മോർണിംഗ് സ്റ്റുഡൻറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൻ്റെ ബാലൻസ് പോർഷനാണ് മെത്തേഡ് ഓഫ് മാർക്കറ്റിംഗ് സെക്യൂരിറ്റീസ്. ഈ മെത്തേഡ് ഓഫ് മാർക്കറ്റിംഗ് സെക്യൂരിറ്റിയിലെ ആൾറെഡി 5 പോയിൻറ്റുകൾ നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന 3 പോയിൻറ്റുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ 6ാമത്തെ പോയിൻറ്റ് വരുന്നത് ബോണസ് ഷെയർസ്, ദെൻ 7th വൺ ബുക്ക് ബിൽഡിംഗ്, ലാസ്റ്റ് വൺ എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. അത് നമുക്ക് ബോണസ് ഷെയർസ് എന്താണെന്ന് നോക്കാം. Bonus shares means this is the additional shares are allotted to the existing shareholders without receiving any additional payment for them. This is known as a issue of bonus shares. നമ്മൾ ഷെയർഹോൾഡേഴ്സിന് ബോണസ് ക്യാഷായിട്ട് കൊടുക്കുന്നതിന് പകരം ഷെയറിൻ്റെ രൂപത്തിൽ കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബോണസ് ഷെയർസ്. ശരിക്കും നമുക്ക് ഈ ഒരു ബോണസ് ഷെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് ഫൈനാൻസിങ്. ഇതൊരു സോഴ്സ് ഓഫ് ഫിനാൻസിങ് ആയിട്ട് പറയാൻ കഴിയില്ല. കാരണം അഡീഷണലായിട്ട് പുതിയതായിട്ട് നമുക്ക് ഫണ്ട് ഇതിലൂടെ എന്ത് ചെയ്യപ്പെടുന്നില്ല, റേസ് ചെയ്യപ്പെടുന്നില്ല. ആൾറെഡി കമ്പനിയുടെ കയ്യിലുള്ള റിസർവ് ഷെയർ ക്യാപിറ്റലായിട്ടുള്ള ഒരു കൺവേർഷൻ മാത്രമാണ് ബോണസ് ഷെയർസിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് ഷെയർസ് എന്ന് പറയാം. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി കൊടുക്കുന്ന ഒരു ഗിഫ്റ്റായിട്ട് നമുക്ക് ഏത് പറയാം, ബോണസ് ഷെയർസിന് പറയാം. ഇനി ബോണസ് ഷെയർസ് നമ്മൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ പോയിൻറ്റ്സുകളുണ്ട്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കണം. അതേപോലെ യൂഷ്വലി അനൗൺസ്ഡ് ബൈ ദ കമ്പനി വിത്ത് എ റെക്കോർഡ് ഡേറ്റ്, ഇന്ന ഡേറ്റിന് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കമ്പനി അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. Then usually give bonus shares as a substitute of the dividend payout. The face value of the shares does not get change after the bonus. Bonus shares increase the number of shares in the market which goes down earning per share. ഇനി നമുക്ക് കൂടുതലായിട്ട് അതായത് ബോണസ് ഷെയർസിനെ കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സുകൾ കൂടെ ചെക്ക് ചെയ്യാം. ബോണസ് ഷെയർസ് ഈസ് ഓതറൈസ്ഡ് ബൈ ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ജനറൽ മീറ്റിങ്ങിൽ കമ്പനിക്ക് നേടിയിട്ടുണ്ടാവണമെങ്കിൽ മാത്രമാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഡീഫോൾട്ട് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് അതിലെന്തെങ്കിലും ഒരു ബാലൻസ് കിടക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കമ്പനി അത് ആദ്യം കംപ്ലീറ്റ് ചെയ്തതിന് മാത്രമാണ് ബോണസ് ഷെയർസ് അവർക്ക് ഇഷ്യൂ ചെയ്യാൻ കഴിയുള്ളൂ. ഇറ്റ് നോട്ട് എ ഡീഫോൾട്ട് ഇൻ റെസ്പെക്ട് ഓഫ് ദ പേയ്മെൻറ്റ് ഓഫ് ദ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂ ഓഫ് എംപ്ലോയീസ് ആഫ്റ്റർ മേക്കിംഗ് പാർഷ്യലി പെയ്ഡ് അപ്പ് ഷെയർസ് ആസ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. ഇനി ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ കഴിയുള്ളൂ. ആഫ്റ്റർ കംപ്ലൈൻ വിത്ത് സച്ച് കണ്ടീഷൻസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ കമ്പനിയുടെ ബോർഡിലോ അതല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലോ കമ്പനി ആക്റ്റിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രമാണ് കമ്പനിക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ബോണസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന റിസർവുകളെ അല്ലെങ്കിൽ ഏതൊക്കെ എമൗണ്ടുകൾ ഇതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് സർപ്ലസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്. സെക്കൻഡ് വൺ ജനറൽ റിസർവ്, dividend equalization reserve, capital reserve arising from the profit on sale of the fixed asset received in cash, then capital redemption reserve, security premium collected in cash only. ഈ രീതിയിലൊക്കെ കമ്പനിയുടെ കയ്യിലുള്ള റിസർവിനെയാണ് നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള പോയിൻ്റ് ബുക്ക് ബിൽഡിംഗ് ആണ്. ബുക്ക് ബിൽഡിങ്ങിൽ പറയുന്ന പോയിൻ്റ് മെയിനായിട്ട് ദിസ് മെത്തേഡ് ഓഫ് ഓഫറിങ് ഷെയർസ് ബൈ പ്രൊവൈഡിങ് എ പ്രൈസ് റേഞ്ച് ഈസ് കാൾഡ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. ഇവിടെ കമ്പനി ഒരു ഓഫർ എന്നുള്ള രീതിയിലാണ് കമ്പനിയുടെ ഷെയർസ് സെയിൽ നടത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ എമൗണ്ട് മെൻഷൻ ചെയ്യുന്നത് ഒരു ബിഡായിട്ടായിരിക്കും. കമ്പനിയിലേക്കും ഇൻവെസ്റ്റേഴ്സ് അതായത് ജനറൽ പബ്ലിക്കിനും ഇടയിലായിട്ട് ഒരു ഇൻ്റർമീഡിയറീസ് ഉണ്ടായിരിക്കും. അവർക്ക് കമ്പനി റൈറ്റ് കൊടുക്കും. അവരാണ് ത്രൂ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ പർട്ടിക്കുലർ പ്രൈസ് ഫോർ ദ ഷെയർസ് ഡസ് നോട്ട് ഫിക്സ്. ഓരോ ഷെയർസിനും ഇത്ര രൂപ എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 80 to 100 അങ്ങനെയൊക്കെ ഒരു പ്രൈസിൻ്റെ റേഞ്ച് കോട്ട് ചെയ്ത് കൊടുക്കും. ഈ 80 to 100 ഏത് എമൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിലും കമ്പനി എന്ത് ചെയ്യും, ഒരു ഓഫർ എന്നുള്ള രീതിയിൽ പബ്ലിക്കിന് കൊടുക്കും. പബ്ലിക്കിന് അതിന് വാങ്ങിക്കാം. പക്ഷേ എനി പ്രൈസ് വിത്തിൻ ദിസ് റേഞ്ച് നമ്മൾ ഒരു ബിഡ് എന്നുള്ള രീതിയിലാണ്, ലേലം വിളിക്കുന്ന പോലെയാണ് ഇവിടെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർ പ്രൈസ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. പ്രൈസ് ഡിസ്കവറി മെത്തേഡാണ് ആക്ച്വലി ഇത് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഫിക്സഡ് റേറ്റ്
ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കമ്പനി ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല. ഇവിടെ ഒരു ബിഡാണ്, ഇവിടെ റേഞ്ച് ഓഫ് പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു, പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുകയാണ്. ആ റേഞ്ചിനകത്തുള്ള ഒരു എമൗണ്ടിൽ കമ്പനിയുടെ ഷെയർസ് പബ്ലിക്കിന് വാങ്ങിക്കാവുന്നതാണ്. ദെൻ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൈസിങ് ഫ്രം ദ പ്രൈസ് ആൻഡ് ദ ഡിമാൻഡ് ഡിസ്കവറി, അതായത് കമ്പനിയുടെ ഡിമാൻഡ് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഹൈ ഡിമാൻഡുള്ള കമ്പനി ആണെങ്കിൽ ചിലപ്പോൾ കമ്പനിക്ക് 80 ആണെങ്കിൽ കൂടാതെ 100 രൂപക്ക് സെയിൽ നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടുകയാണ്. കോസ്റ്റ് ആൻഡ് ടൈം ഈസ് ലോവർ, പ്രൊസീജിയേഴ്സ് ആർ ആൾസോ സിംപ്ലിഫൈഡ്, ദ പോസിബിലിറ്റി ഓഫ് ദ പ്രൈസ് ഫാളിംഗ് ബിലോ പാർ ആഫ്റ്റർ ലിസ്റ്റിംഗ് ഈസ് റിമോട്ടഡ്. അപ്പോൾ ഇത്തരം ബെനിഫിറ്റൊക്കെയാണ് ബുക്ക് ബിൽഡിങ്ങിലൂടെ കമ്പനിക്ക് കിട്ടുന്നത്. ഇനി ഈ ബുക്ക് ബിൽഡിംഗ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഒരു പ്രോസസ്സ് നമുക്ക് നോക്കാം. ഇതിൻ്റെ മെയിനായിട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നത് ലീഡ് മാനേജർ ആയിരിക്കും. ഈ ലീഡ് മാനേജറെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറോ അതല്ലെങ്കിൽ സിൻഡിക്കേറ്റോ ഉണ്ടായിരിക്കും. അവർ ഡിസ്കസ് ചെയ്തിട്ട് ലീഡ് മാനേജറാണ് ഇതിൻ്റെ ഹോൾ പ്രോസസ്സും അതിൻ്റെ നോമിനേഷനും അതിൻ്റെ ഹോൾ പ്രൊസീജിയർ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്നതും ലീഡ് മാനേജർ ആയിരിക്കും. The issuer specify the number of security to be issued and the price band for the bid. The issuer also appoint a syndicate member with whom order are to be placed by the investor. The syndicate members input the order into an electronic book. This process is called a bidding and it is similar to open auction. The book normally remain open for a period of 5 days. 5 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു ഓഫർ ആർക്ക്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് യൂസ് ചെയ്യാൻ കഴിയുക. ഈ 5 ഡേയ്സിനുള്ളിൽ ഈ ഒരു റേഞ്ചിനുള്ളിലുള്ള ഏത് എമൗണ്ട് കോട്ട് ചെയ്തിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർസ് വാങ്ങിക്കാൻ പറ്റും. ബിഡ് ഹാവ് ടു ബി എൻറ്റേർഡ് വിത്തിൻ എ സ്പെസിഫൈഡ് പ്രൈസ് ബാൻഡ്. ഇപ്പം നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു 80 to 100. അപ്പോൾ ആ ഒരു റേഞ്ചിനകത്ത് ആ ഒരു റേഞ്ച് ആൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ബിഡ് ക്യാൻ ബി റിവൈസ് ബൈ ദി ബിഡേഴ്സ് ബിഫോർ ദ ബുക്ക് ക്ലോസ്. അതേപോലെ ബുക്ക് ക്ലോസ്, അതായത് അതിൻ്റെ പ്രൊസീജിയർ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ അവർക്ക് വേണമെങ്കിൽ ബിഡ് പ്രൈസ് എന്ത് ചെയ്യാം, ചേഞ്ചസ് നടത്താം. ഇത്രയാണ് ബുക്ക് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ദ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ഇവിടെ നമ്മൾ അണ്ടർ ദിസ് മെത്തേഡ് ദ എംപ്ലോയി ഓഫ് ദ പബ്ലിക് കമ്പനി ഈസ് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഇൻ എ ഫേസ് മാനർ. ഇവിടെ നമ്മൾ കമ്പനിയുടെ ഇക്വിറ്റി ഷെയറിലേക്ക് എംപ്ലോയീസിനെ കൂടെ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷനിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫണ്ട് റേസ് ചെയ്യുക. ആ ഒരു മെത്തേഡാണ് ESOS അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഓപ്ഷൻ സ്കീം. ഇവിടെ ഹി ഈസ് റിക്വയർഡ് ടു പേ ആൻ ഇനീഷ്യൽ കോൺട്രിബ്യൂഷൻ ആൻഡ് ഡെപ്പോസിറ്റ് ഓഫ് ദ ഫിക്സഡ് ആനുവൽ കോൺട്രിബ്യൂഷൻ ഇൻ എ സക്സസീവ് 4 year. ഒരു ഇനീഷ്യൽ എമൗണ്ട് എംപ്ലോയീസ് പേ ചെയ്യും, ബാക്കി എമൗണ്ട് ഒരു 4 സക്സസീവ് 4 ഇയേഴ്സിനുള്ളിൽ ആനുവൽ എന്നുള്ള രീതിയിൽ കമ്പനിക്ക് എന്ത് ചെയ്താൽ മതി, എംപ്ലോയീസ് പേ ചെയ്താൽ മതി. ദ കമ്പനി അലോ ദ ജോയിൻറ്റ് എംപ്ലോയി എ നോൺ ട്രാൻസ്ഫറബിൾ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഇവിടെ നമുക്ക് ഒരൊറ്റ എംപ്ലോയീസിന് മാത്രമായിട്ട് ഷെയർ വാങ്ങിക്കാം, അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എംപ്ലോയീസ് ഒരു ജോയിൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ടബിൾ അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ നോൺ ട്രാൻസ്ഫറബിൾ കൺവേർട്ടഡ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സാണ് അവർക്ക് വാങ്ങിക്കാൻ പറ്റുക. ദ എംപ്ലോയീസ് ദേ ക്യാൻ കൺവേർട്ട് ദാറ്റ് ഡിബഞ്ചർ ഇൻ ടു ഇക്വിറ്റി ഷെയർസ് അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ് ഓൺ ദി എക്സ്പയറി ഓഫ് ദ 5th year. അപ്പോൾ അങ്ങനെ ഷെയർസ് വാങ്ങി അതിൻ്റെ എമൗണ്ട് നമ്മൾ ആദ്യം ഇനീഷ്യൽ എമൗണ്ട് കൊടുക്കും, പിന്നെ 4 വർഷത്തിനുള്ളിൽ ബാക്കി ബാലൻസ് കൊടുക്കുകയാണ്. അപ്പോൾ 5 വർഷം കൊണ്ടാണ് അതിൻ്റെ കംപ്ലീറ്റ് പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് കഴിയുക. അപ്പോൾ ഈ എംപ്ലോയീസിന് അതിന് ശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ അവർ കൺവേർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് എപ്പോഴായിരിക്കണം, എക്സ്പയറി ഓഫ് ദ 5th year, 5ാമത്തെ വർഷത്തിന് ശേഷം വേണമെങ്കിൽ എംപ്ലോയീസിന് എന്ത് ചെയ്യാം, അവരുടെ ഷെയർസ് ഈ രീതിയിൽ കൺവേർട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഹി കനോട്ട് ട്രാൻസ്ഫർ ദാറ്റ് ഷെയർസ് ഫോർ എ പീരീഡ് ഓഫ് 3 year. അതായത് 3 വർഷത്തിന് ശേഷം അവർക്ക് ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ 5th year ആണ്. ആ 5th yearന് ശേഷം മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫെസിലിറ്റി കിട്ടുന്നത് ആർക്കൊക്കെ നോക്കാം, എംപ്ലോയി ആയിരിക്കണം. ആ എംപ്ലോയി എന്ന് പറയുന്നത് കമ്പനിയുടെ പെർമനൻറ്റ് എംപ്ലോയി ആയിരിക്കണം. ഇവിടെ നമുക്ക് നോക്കാനുള്ള ഒരു പോയിന്റ്, പ്രൊമോട്ടർ അല്ലെങ്കിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിൽ പെടുന്ന ആളുകളൊക്കെ നോട്ട് എലിജിബിൾ. അവരൊന്നും ഇത്തരത്തിലുള്ള ഷെയർസ് വാങ്ങിക്കാനാണ് അവർക്ക് എന്ത് ചെയ്യില്ല, റൈറ്റില്ല. നെക്സ്റ്റ് വൺ വരുന്നത് എ ഡയറക്ടർ ഹു എയ്തർ ബി ഹിംസെൽഫ് ഓർ ത്രൂ ഹിസ് റിലേറ്റീവ് ഓർ ത്രൂ ബൈ എനി ബോഡി കോർപ്പറേറ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഹോൾഡ് മോർ ദാൻ 10% ഓഫ് ദ ഔട്ട്സ്റ്റാൻഡിങ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ കമ്പനി ഷാൾ നോട്ട് ബി എലിജിബിൾ. അപ്പോൾ ആലോചിക്കാം, പ്രൊമോട്ടർ,
പ്രൊമോട്ടറിൻ്റെ ഗ്രൂപ്പ്, അതേപോലെ ഡയറക്ടേഴ്സ് 10% ഔട്ട്സ്റ്റാൻഡിങ് കയ്യിലുള്ള ഡയറക്ടേഴ്സിനും ഈ രീതിയിലുള്ള ഷെയർ ഹോൾഡിംഗ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ പാർട്ടിസിപ്പേഷനിൽ ലഭ്യമല്ല. ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമിൽ പറയുന്നത്. അപ്പോൾ എംപ്ലോയി എന്ന് പറയുന്നത് മിനിമം 1 ഇയർ സർവീസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 1000 hours ഓഫ് വർക്ക് ഇൻ ദ ഇയർ ഓഫ് എലിജിബിൾ ആയിരിക്കണം. മിനിമം 10 years ഓഫ് പാർട്ടിസിപ്പേഷൻ ESOP ആൻഡ് 55 years ഓഫ് ഏജ്. ഇതൊക്കെ മാൻഡേറ്ററി ആണ്. അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് റീഡ് ചെയ്യാൻ ഞാൻ തന്ന പോർഷൻസ് ആണ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് ആ പോയിന്റ് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് ഇനി പറയാനുള്ളത് അതർ മെത്തേഡുകളാണ്. ഇതിൽ വരുന്നത് പ്രൈമറി മാർക്കറ്റ് ഇഷ്യൂ സെക്യൂരിറ്റി ചെയ്യുന്ന സമയത്ത് 8 മെത്തേഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കി വരുന്നത് ഓഫർ ടു എംപ്ലോയീസ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ തന്നെയാണ് വരുന്നത്. ഇംപ്രൂവ് ദ റിലേഷൻഷിപ്പ് വിത്ത് എംപ്ലോയീസ്. എംപ്ലോയീസുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് എംപ്ലോയീസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ പ്രൊഡക്ടിവിറ്റി കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യും, എംപ്ലോയീസിന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്വിറ്റി അല്ലാത്ത രീതിയിൽ ഒരു ഓഫർ കൊടുക്കും, എംപ്ലോയീസ് ടു പർച്ചേസ് ദ ഷെയർസ്. ദ സെക്കൻഡ് വൺ വരുന്നത് ഓഫർ ടു കസ്റ്റമേഴ്സ്. കമ്പനി അവരുടെ ജെനുവിൻ ആൻഡ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റിലയബിളൊക്കെ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യും, ഷെയർസ് ഓഫർ ചെയ്യും. ദ നെക്സ്റ്റ് വൺ വരുന്നത് ടു ക്രെഡിറ്റേഴ്സ്. ഇവിടെ റീ ഓർഗനൈസേഷൻ ഓഫ് ദ കമ്പനി അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് എക്സ്റ്റേണൽ പാർട്ടീസുമായിട്ടുള്ള കോൺട്രാക്റ്റ്, അതായത് ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇറ്റ് ഓഫർ ഷെയർസ് ടു ദ ക്രെഡിറ്റേഴ്സ് ആസ് എ പാർട്ട് ഓഫ് ദി സെറ്റിൽമെൻറ്റ് ഓഫ് ദയർ ഡെപ്റ്റ്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഡെപ്റ്റ് സെറ്റിൽമെൻറ്റിന് പകരം അവർക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് നമ്മൾ മെത്തേഡ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ പ്രൈമറി മാർക്കറ്റിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.